ഹലോ എവരിവൺ, നമ്മളിന്ന് ഫ്ലൈ ചെയ്യുന്നത് ന്യൂസിലൻഡിലെ ഹയസ്റ്റ് മൗണ്ടനായ മൗണ്ട് കുക്കിൻ്റെ അടുത്തേക്കാണ്. കൂടെ ഇന്ന് എൻ്റെ ഒപ്പം ഇൻസ്ട്രക്ടറായ ക്രിസും ഉണ്ട്. നമ്മളിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള പുക്കാക്കി എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്നാണ്. ഇന്നത്തെ ഫ്ലൈയിങ് കണ്ടീഷൻ എന്ന് പറയാനാണെങ്കിൽ ക്ലിയർ സ്കൈസ്, നിൽ വിൻ, പെർഫെക്റ്റ് ഫ്ലൈയിങ് കണ്ടീഷൻ. നമ്മൾ റൺവേ 15 നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് മൗണ്ട് കുക്കിലേക്ക് ലക്ഷ്യം വെച്ച് അങ്ങ് പറന്നു. മൗണ്ട് കുക്ക് ഇവിടുന്ന് ഒരു 80 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് പോയിട്ട് ജോഗ്രഫിയിൽ വരുന്ന ഒരു വ്യത്യാസം അത് പറഞ്ഞറിയേണ്ടത് തന്നെയാണ്. മൗണ്ട് കുക്കിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ അതിമനോഹരമായ ബ്ലൂ കളറുള്ള ലേക്ക് പുക്കാക്കിയാണ്. മൗണ്ട് കുക്കിൻ്റെ അടുത്തുള്ള ഗ്ലേഷ്യേഴ്സ് ഉരുകി വരുന്ന വെള്ളം ഡയറക്റ്റ്ലി ഒന്ന് വീഴുന്നത് ഈ ലേക്കിലോട്ടാണ്. അപ്പോൾ ആ ഉരുകി വരുന്ന വെള്ളത്തിലെ മിനറൽസൊക്കെ കാരണമാണ് ഈ ലേക്കിന് ഇത്രയും ബ്ലൂ കളർ കിട്ടിയത്. ഈ ലേക്കിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ സ്ക്വയർ വരും. പാരീസ് പോലും 100 ഉള്ളൂ. അപ്പോൾ ഊഹിക്കാം എന്തുമാത്രം വലുതാണ് ഈ ലേക്കെന്ന്. ഈ മുന്നിൽ കാണുന്നതാണ് ടാസ്മാൻ റിവർ. അതിൻ്റെ മുകളിലായിട്ട് ടാസ്മാൻ ലേക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഗ്ലേസിയറിൽ നിന്ന് ഉരുകി വന്ന വെള്ളം ആദ്യം വീഴുന്നത് ടാസ്മാൻ ലേക്കിലേക്കാണ്. എന്നിട്ട് ഈ ടാസ്മാൻ റിവറിൽ കൂടെയാണ് ലേക്ക് പുക്കാക്കിലോട്ട് വീഴുന്നത്. ടാസ്മാൻ റിവർ കഴിയുന്നതോടുകൂടി മൗണ്ടനസ് ടെറൈൻ തുടങ്ങുകയാണ്. നേരെ മുമ്പിൽ കാണുന്നതാണ് മൗണ്ട് കുക്ക്. ന്യൂസിലൻഡിലെ ഹയസ്റ്റ് മൗണ്ടനാണ്. അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 12,200 ഫീറ്റോളം വരും. റൈറ്റിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്മാൻ ലേക്ക്. ഇവിടെ നിന്നുള്ള തൊട്ടുള്ള വ്യൂ അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. സോ ഐ ലെറ്റ് യു ഗൈസ് എൻജോയ് ഇറ്റ്. നമ്മൾ മൗണ്ട് കുക്കിന് ചുറ്റും ഒരു ലൂപ്പ് എടുത്ത് ഇപ്പോൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മൾ നേരെ ഡൗൺ വിൻഡിൽ ജോയിൻ ചെയ്ത് റൺവേ 33ലേക്ക് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ മൗണ്ട് കുക്ക് ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ പിന്നെ കാണാം. ടേക്ക് കെയർ.